ക്രിസ്മസ് സീരീസിലെ നെക്സ്റ്റ് നെയിൽ ആർട്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു റെഡ് കളർ നെയിൽ പെയിൻ്റ് ആണ്. പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ലെയർ കൊടുക്കാൻ വേണ്ടി ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ടൂത്ത് പിക്കും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്ത് ഒരു ബേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേസ് കൊടുത്ത് അതൊന്ന് ഡ്രൈ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. സെയിം ന്യൂഡ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സെക്കൻഡ് കോട്ടും കൊടുക്കുന്നത്. സെക്കൻഡ് കോട്ടും കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ പയ്യെ ഡിസൈനിങ്ങിലേക്ക് കടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എടുക്കുക. നമ്മുടെ നെയിൽ പോളിഷ് നമുക്ക് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പേപ്പറിൽ വെച്ചേക്കുന്ന ആ നെയിൽ പോളിഷ് നമ്മുടെ ടൂത്ത് പിക്കിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് പയ്യെ ഒരു ലൈൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൈൻ്റെ വിരലിൻ്റെ ഒരു സൈഡിലേക്ക് ചേർത്ത് വേണം നമ്മൾ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നമ്മുടെ നെയിൽസിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് ലൈൻസ് കൊടുത്തേക്കുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ നെയിൽസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി ഒരു ചെറിയ ഭയങ്കര തിങ്ങിനായിട്ടുള്ളൊരു ലൈനാണ് കൊടുക്കേണ്ടത്. ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോപ്പ് പോർഷനിലും ഒരു ലൈൻ കൊടുക്കുകയാണ്. അതും നല്ല തിന്നായി ടോപ്പിനോട് നല്ല ചേർന്ന് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു ഫിംഗറിൽ കറക്റ്റ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ ബാക്കി നമ്മുടെ 4 ഫിംഗേഴ്സിലും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മുടെ റിംഗ് ഫിംഗർ മാത്രം നമ്മൾ മാറ്റി നിർത്താണ്, കാരണം നമ്മൾ അതിനകത്ത് വേറൊരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി നമ്മുടെ എല്ലാ ഫിംഗേഴ്സിലേട്ടും നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നെയിൽസിൻ്റെ സൈസ് ചെറുതാവുന്നതനുസരിച്ച് നമ്മൾ നോക്കിയൊന്ന് വരച്ചാൽ മാത്രം. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈൻസ് 2 എഡ്ജസിലേക്ക് മാറി നിൽക്കാൻ നോക്കണം. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. ഇത് രണ്ടും മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാം. സോ നമ്മുടെ ലൈൻസൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗറിൽ അടുത്ത ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബോ ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ചെറിയൊരു സർക്കിൾ എന്നല്ല, ഒരു എഡ്ജ്, ഒരു സൈഡ് മാത്രം കുറച്ചിങ്ങനെ കൂർത്ത് നിൽക്കുന്ന രീതിക്കുള്ളൊരു സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. സെയിം സംഭവം തന്നെ ഓപ്പോസിറ്റ് സൈഡിലേട്ടും വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ റിബൻ്റെ താഴെ നമുക്കിങ്ങനെ നീണ്ടൊരു പോർഷൻ ഉണ്ടാവില്ലേ, അതും കൂടെ നമ്മൾ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ബോ വരയ്ക്കുമ്പം അത് മാക്സിമം സെൻറ്ററിലോട്ടായിട്ട് വരയ്ക്കാനും പിന്നെ അധികം സൈസ് വരാതെ നല്ല തിന്നായിട്ട് തന്നെ വരയ്ക്കാനും നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അത് മാത്രമാണ് ഇതിനകത്തും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് മുകളിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരു ഗ്ലോസി ഫിനിഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ലെയറും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നെയിൽ ആർട്ട്. സോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ നെയിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സോ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. അപ്പോൾ അതുവരെ ബൈ.